മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. ഇതുവരെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുണ്ട്. മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചിരിക്കുകയാണ്. 112 പേരാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് 54 പേരാണ്. 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ചെയ്തു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈ പറഞ്ഞതുപോലെ തന്നെ നിപ്പയിൽ ആശങ്കയും ഒപ്പം തന്നെ ആശ്വാസവും ഒരുപോലെ നിലനിൽക്കുകയാണ്. ആശ്വാസം എന്ന് പറയുന്നത് ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവായി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതോടെ പരിശോധിച്ച ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലവുമാണ് ഇപ്പോൾ നെഗറ്റീവായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചികിത്സയിലുള്ള രോഗിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കയായി നിൽക്കുന്നത്. പെരിന്തൽമണ്ണ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തോളമാകുന്നു. ഇത്രയും ദിവസമായിട്ടും നില അതുപോലെ തന്നെ തുടരുകയാണ്. 10 പേരാണ് ഈ രോഗിയെ കൂടാതെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിലവിലുള്ളത്. സമ്പർക്ക പട്ടിക വിപുലീകരിച്ചിട്ട് 112 പേരുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളവരല്ല, പാലക്കാട്, കോഴിക്കോടും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കുണ്ട്. അതായത് സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയതിനെ തുടർന്നുള്ള അവിടെ ശരി. വളാഞ്ചേരിയിലെ നിപ്പ ബാധിതയുടെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു. അതിൽ മലപ്പുറം ജില്ലയിലുള്ളവർ മാത്രമല്ല എന്നൊരു വിവരം കൂടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. എറണാകുളം, പാലക്കാട് തുടങ്ങിയ നിരവധി ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക.